ഇസ്രായേലിൽ നിന്നാണേ. നമുക്ക് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബനാന കേക്ക് നോക്കാം. വളരെ സോഫ്റ്റ് കേക്കാണ്, എന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റിയായ ഒരു ബനാന കേക്ക് നമുക്ക് ഈവനിങ് ചായയ്ക്ക് വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേകത തന്നെയല്ലേ. അപ്പോൾ മക്കളൊക്കെയുള്ള വീടുകളിലൊക്കെ നമുക്ക് വൈകിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണ് കേട്ടോ. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മൈദയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ബേക്കിംഗ് സോഡ വേണം, ഇനിയും ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പ് കൂടെ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞിട്ടെടുക്കാം. അപ്പോൾ നമുക്കൊരു അരിപ്പയിലേക്ക് നമ്മുടെ മൈദയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറാണ് വേണ്ടുന്നത്. നമുക്ക് 1.5 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്, 1/4 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടുന്നത് 3 മുട്ടയാണ്, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം, പിന്നെ 1/2 കപ്പ് ഓയിൽ വേണം, പിന്നെ നമുക്ക് വാനില എസൻസ് വേണം. ഇനി നമ്മൾ മുട്ടയൊന്ന് പൊട്ടിച്ച് കേടുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് അതിലേക്ക് 1.5 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ മുട്ടയൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മിക്സിയുടെ ജാറാണ് നമുക്കിതിന് വേണ്ടുന്നത്. എനിക്ക് മിക്സി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പ്രോസസ്സിൽ ബീറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മിക്സിയാണ് കുറച്ചും കൂടെ നല്ലത്. മിക്സിയിൽ ഒരു 30 സെക്കൻഡ് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വരാം. നമ്മളപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചതിട്ട് 30 സെക്കൻഡ് കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കുക. അത് 1 കപ്പായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് അത്രയും ചേർത്ത് കൊടുക്കുക. അധികം മധുരമില്ല. 3/4 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിക്കുക. അത് പൊടിച്ച് വരുമ്പോൾ 1 കപ്പ് കിട്ടും കേട്ടോ. അത് മൊത്തം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് 30 സെക്കൻഡ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്കിനി നമ്മൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ചേർത്ത ശേഷം 10 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ബനാനയാണ് കേട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന റോബസ്റ്റായയാണ്. അപ്പോൾ ഞാൻ ചെറുത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തത് വേണം, അധികം പുളിയില്ലാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടും നമ്മുടെ ഏത്തക്കയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റി കളറും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാവ് റെഡിയാക്കാനുള്ള പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും എല്ലാം നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മൈദാപ്പൊടി അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ക്ലോക്ക് വൈസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബനാന നല്ല സ്മൂത്തി ആയിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ.
ആ ബനാന നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ എല്ലായിടത്തും എത്തത്തക്ക പോലെ ക്ലോക്ക് വൈസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡിയാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് കിട്ടിയ ഗ്യാപ്പിൽ നമുക്കിവിടെ കേക്ക് ട്രേ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കയ്യിലൊരു അലൂമിനിയത്തിൻ്റെ ചെറിയൊരു ഡിഷാണുള്ളത്. അപ്പം ഞാൻ ആ ഡിഷിലേക്ക് ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് എയർ ബബിൾസ് കാണും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്പൂണോ അതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വല്ലതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ആ മാവിനകത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ജസ്റ്റ്. അപ്പം അതിനകത്ത് ഈ എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഞാനിവിടെ നമുക്കൊരു സ്റ്റിക്കുണ്ട് സ്റ്റീലിൻ്റെ, അതിട്ടിട്ട് എൻ്റെ എയർ ബബിളൊന്ന് നീക്കി കൊടുക്കുകയാണ്. ഇനിയും നമുക്കിതിനെ ടാപ്പ് ചെയ്തെടുക്കണം. ഈ ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ എയറൊക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പോൾ ഞാനൊരു തുണി എടുത്തിട്ടിട്ടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ സൗകര്യമാണ് കേട്ടോ. സൗണ്ടും അധികം കേൾക്കില്ല. നമ്മളിവിടെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഞാൻ വീണ്ടും ഒരു 30 മിനിറ്റ് വെക്കുകയാണ്. 30 മിനിറ്റ് മതി. 30 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടും നമ്മുടെ കേക്ക് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സുന്ദരമായ കേക്ക്. നമ്മൾ വൈകിട്ട് ചായയുടെ കടിക്കൊക്കെ നമ്മൾ ടീ കേക്ക് മേടിക്കത്തില്ലേ, അതുപോലത്തെ തന്നെ നല്ല ടേസ്റ്റിലുള്ളൊരു കേക്കാണ്. കുറച്ച് നേരത്തേക്കൊന്ന് ആറാൻ വെക്കാം. ഇതാ ഇപ്പോൾ നോക്കിക്കേ, ആവി പറക്കുന്നുണ്ട് നന്നായിട്ട്. നല്ല സ്പോഞ്ചായിട്ടിരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളാണ്. ഓവൻ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഒരു അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്കൊരു 30 സെക്കൻഡ് ഇതുപോലെ തന്നെ മീഡിയത്തിൽ താഴെ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. നമ്മൾ വൈകിട്ട് ചായക്കൊക്കെ കടിക്ക് നല്ലതാണ്. നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബനാന കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും.